കുഞ്ഞായന്റെ കുസൃതി. കുഞ്ഞായൻ മുസ്ലിയാർ എന്ന് കേട്ടിട്ടുണ്ടോ? മഹാപണ്ഡിതനും മഹാസമർത്ഥനും തമാശക്കാരനുമായിരുന്നു അദ്ദേഹം. മലബാറിൽ കുഞ്ഞായൻ മുസ്ലിയാരെപ്പറ്റി അനവധി കഥകൾ പ്രചാരത്തിലുണ്ട്. ബുദ്ധിസാമർഥ്യം കൊണ്ടും മനസ്സാന്നിധ്യം കൊണ്ടും അദ്ദേഹം മറ്റുള്ളവരെ കുരങ്ങ് കളിപ്പിച്ച കഥകൾ. ഇത്തരം കഥകളിലധികവും കുഞ്ഞായൻ മുസ്ലിയാരെയും മങ്ങാട്ടച്ചനെയും സംബന്ധിച്ചുള്ളവയാണ്. മങ്ങാട്ടച്ചൻ ആരാണെന്നല്ലേ? കോഴിക്കോട് രാജാവായിരുന്ന സാമൂതിരിയുടെ മന്ത്രിയായിരുന്നു അദ്ദേഹം. മങ്ങാട്ടച്ചനും കുഞ്ഞായൻ മുസ്ലിയാരും അടുത്ത ചങ്ങാതിമാരായിരുന്നു. എങ്കിലും പരസ്പരം കളിപ്പിക്കുന്നതിൽ രണ്ടുപേർക്കും വലിയ താൽപര്യമായിരുന്നു. കുഞ്ഞായൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ മഹാകുസൃതിക്കാരനായിരുന്നു. കൂട്ടുകാരെ മാത്രമല്ല, ഗുരുനാഥനായ ഉസ്താദിനെയും കളിപ്പിക്കുന്നതിൽ എപ്പോഴും കുഞ്ഞായൻ വിജയിച്ചു. ഒരിക്കൽ കുഞ്ഞായൻ ഒന്ന് പറ്റിക്കാൻ ഉസ്താദ് തീർച്ചയാക്കി. കുഞ്ഞായൻ ഓത്തുപള്ളിയിൽ ഹാജരില്ലാത്ത ഒരു ദിവസം ഉസ്താദ് മറ്റു കുട്ടികളോട് പറഞ്ഞു, നാളെ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഓരോ കോഴിമുട്ട കൊണ്ടുവരണം. ഈ വിവരം കുഞ്ഞായൻ അറിയരുത്, രഹസ്യമായിരിക്കണം. ഞാൻ ചോദിക്കുമ്പോഴേ പുറത്തെടുക്കാവൂ. ഇത് കുഞ്ഞായനെ ഒന്നിരുത്താനുള്ള സൂത്രമാണെന്ന് സഹപാഠികൾക്ക് മനസ്സിലായി. അവന്റെ കുസൃതിത്തരങ്ങൾക്കിരയായി എപ്പോഴും തോറ്റുപോകാറുള്ള അവർക്കെല്ലാം ഒരിക്കലെങ്കിലും അവനൊന്ന് തോറ്റുകാണാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോഴിമുട്ടക്കാര്യം എല്ലാവരും രഹസ്യമാക്കി വെച്ചു. പതിവ് പോലെ പിറ്റേന്ന് കുഞ്ഞായനും സഹപാഠികളും പാഠശാലയിലെത്തി. സഹപാഠികളെല്ലാം കോഴിമുട്ട മടിയിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്നിരുന്നു. എന്തെങ്കിലും വിശേഷമുള്ളതായി ആരും ഭാവിച്ചില്ല. പാഠം കഴിഞ്ഞപ്പോൾ പതിവില്ലാതെ ഉസ്താദ് പറഞ്ഞു, എന്നോട് സ്നേഹമുള്ള ശിഷ്യന്മാരെല്ലാം ഇപ്പോൾ തന്നെ ഓരോ കോഴിമുട്ട ഇട്ടു തരണം. കുട്ടികൾക്ക് ഉത്സാഹമായി. ഉസ്താദ് കൈനീട്ടിയപ്പോൾ അവർ മടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കോഴിമുട്ട തന്ത്രപൂർവ്വം പുറത്തെടുത്തു. സന്തോഷവും അഭിനന്ദനവും പ്രകടിപ്പിച്ചുകൊണ്ട് ഉസ്താദ് അവരുടെ നേരെ പുഞ്ചിരി പൊഴിക്കുമ്പോൾ കുഞ്ഞായനെ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവൻ ഭാവഭേദമൊന്നും കൂടാതെ ഇതെല്ലാം കണ്ട് രസിക്കുകയാണ്. മറ്റു കുട്ടികളുടെ എല്ലാം ഊഴം കഴിഞ്ഞപ്പോൾ ഉസ്താദ് കുഞ്ഞായന്റെ സമീപത്തെത്തി. എല്ലാവരും ചിരിയൊതുക്കി കാത്തിരിക്കുകയാണ്. കുഞ്ഞായൻ എഴുന്നേറ്റ് നിന്നു ശക്തമായി തുടക്കടിച്ച് കോഴി കൂവും പോലെ ഉച്ചത്തിലൊന്ന് കൂവി. എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഇവരൊക്കെ പിടയാ, ഞാനാ പൂവൻ. ഉസ്താദും മറ്റു കുട്ടികളും ഇളിഭ്യരായി.